ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നിങ്ങളുടെ വ്യക്തി ഏതവസ്ഥയിൽ കൂടിയാണ് കടന്നു പോകുന്നത്, അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ എന്നൊക്കെയുള്ളതിനെക്കുറിച്ച് നമുക്ക് നോക്കാം. എല്ലാവരും ഒന്ന് പോസിറ്റീവായിട്ടിരിക്കുക. ഈ ഒരു സമയത്ത് നിങ്ങളുടെ വ്യക്തിയെ മനസ്സിൽ കൊണ്ടുവരാം. അപ്പോൾ നമുക്ക് നോക്കാം. ഇതൊരു ടൈംലെസ് വീഡിയോ ആണ്, ജനറൽ റീഡിംഗ് ആണ്. നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് മാച്ചാവുന്നത് മാത്രം എടുത്ത് ബാക്കിയുള്ളതൊക്കെ വിട്ടേക്കാം. അപ്പോൾ നമുക്ക് നോക്കാം. ഇപ്പോഴത്തെ അവരുടെ സിറ്റുവേഷൻ നോക്കുന്ന സമയത്ത് 10 ഓഫ് വാൺസിൻ്റെ എനർജിയാണ്. ഒത്തിരി കഷ്ടപ്പാടിലൂടെ അല്ലെങ്കിൽ ഒത്തിരി പരിശ്രമത്തിലൂടെയാണ് അവർ കടന്നു പോകുന്നത്. ഒത്തിരി ഭാരം ചുമന്ന് അവരുടെ ലൈഫേ ഒരു ഭാരപ്പെട്ടൊരവസ്ഥയിൽ കൂടിയാണ് അവർ കടന്നു പോകുന്നതെന്നാണ് നമുക്കിവിടെ കാർഡ്സിൽ നിന്നും കാണാൻ സാധിക്കുന്നത്. ഇവിടെ 3 ഓഫ് ഷോർട്സിൻ്റെ എനർജിയാണ്. കുറച്ച് ദിവസമായിട്ടൊക്കെ ഇങ്ങനത്തെ ഒരു കാർഡ്സ് തന്നെയാണ്, ഈ ഒരു എനർജി തന്നെയാണ് കിട്ടുന്നത്. ഒരു ഹാർട്ട് ബ്രേക്ക് സിറ്റുവേഷൻ, അതായത് ഇപ്പോഴത്തെ ഈ എനർജി നോക്കുന്ന സമയത്തും ഇന്നലെ എടുത്തപ്പോഴും ഇത് തന്നെയാണ് നമുക്ക് ആദ്യം കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതിൽ കണ്ട ഒരു ഹാർട്ട് ബ്രേക്ക് സിറ്റുവേഷനാണ് ഇപ്പോൾ അവർ അനുഭവിക്കുന്നത്. നിങ്ങളുടെ വ്യക്തി അനുഭവിക്കുന്ന അത്തരം ഒരു സിറ്റുവേഷൻ കൂടിയാണ് അവർ കടന്നു പോകുന്നത്. അത്തരം ഒരു വേദനയിൽ കൂടിയാണ് അവർ കടന്നു പോകുന്നതെന്നാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ 6 ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. ഇതൊരു പാസ്റ്റ് ലൈഫ് കണക്ഷനാണ്. നിങ്ങൾക്ക് ചെറുപ്പം തൊട്ടേ അറിയാവുന്ന ഒരു വ്യക്തി ആയിരിക്കാം ചില സാഹചര്യത്തിൽ. അല്ല എന്നുണ്ടെങ്കിൽ ഇതൊരു പാസ്റ്റ് ലൈഫ് കണക്ഷനാണ് തീർച്ചയായിട്ടും. ഈ വ്യക്തിയെ കുഞ്ഞുനാളിലെ, കുറച്ച് പേർക്ക് കേട്ടോ, കുഞ്ഞുനാളിലെ അറിയാവുന്ന ഒരു വ്യക്തിയായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയുക, ഈ വ്യക്തിയെ കാണുന്ന സമയത്ത് ഒത്തിരി നാളത്തെ പരിചയം തോന്നുന്നുണ്ടാവാം. നിങ്ങൾക്ക് തന്നെ മനസ്സിൽ തോന്നുന്നുണ്ടാവാം ഈ വ്യക്തി എന്ന് പറയുന്നത് നിങ്ങൾക്കിങ്ങനെ ഫസ്റ്റ് ടൈം കണ്ടായാലും നിങ്ങൾക്ക് ഒത്തിരി മുമ്പേ നിങ്ങളെ കൂടെയുള്ള ഒരു ഫീൽ നിങ്ങൾക്ക് കിട്ടുന്നത് പോലെയൊക്കെ തോന്നുന്നുണ്ടാവുക. അതാണ് ഈ വ്യക്തിക്ക് ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് ഓർക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് അവർ കടന്നു പോകുന്ന ആ ഒരു സിറ്റുവേഷനിലും ആൾ വേദനിക്കുന്നുണ്ട് നല്ല രീതിയിൽ. കാരണം നിങ്ങൾ തമ്മിലുള്ള കണക്ഷൻ പാസ്റ്റ് ലൈഫ് ആണെന്നാണ് കാണുന്നത്. ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് ആൾ ചിന്തിക്കുന്നു ഇത് തന്നെയാണ്, നിങ്ങൾക്കുള്ള അതേ ഫീൽ തന്നെയാണ് അവർക്കും ഉണ്ടാകുന്നതെന്നാണ് കാണുന്നത്. ഇവിടെ 10 ഓഫ് ഷോർട്സിൻ്റെ എനർജിയാണ്. അതായത് ഈ വ്യക്തി ഇപ്പോഴത്തെ ഒരു സാഹചര്യം നോക്കുമ്പോൾ ഒന്ന് എണീറ്റ് നടക്കാൻ പോലും പറ്റാത്ത വിധത്തിൽ മനസ്സ് കേട്ടോ, അതായത് ശരീരമല്ല, ആളുടെ മനസ്സ് അത്തരം രീതിയിലേക്കായിട്ടുണ്ട്. അത്രത്തോളം ആൾ സഹികെട്ടിട്ടാണ് നിൽക്കുന്നത്, അല്ലെങ്കിൽ അത്രത്തോളം ആളൊരു വീഴ്ചയിലാണ്, അല്ലെങ്കിൽ അത്രത്തോളം മാനസികമായിട്ട് ആൾ വല്ലാണ്ട് തളർന്നു പോയി എന്ന് വേണമെങ്കിൽ പറയാം. അത്രത്തോളം ആൾ തളർന്ന ഒരു സിറ്റുവേഷനിലാണ് നിങ്ങളുടെ വ്യക്തി ഉള്ളത്. ഇവിടെ ആൾ സ്റ്റക്കാണ്. ഒരു തരത്തിലും ആൾക്ക് തീരുമാനം എടുക്കാനോ ആളുടെ സിറ്റുവേഷനായിട്ട് ആൾക്ക് മുന്നോട്ട് പോകാനോ ആൾക്ക് ജോലി ചെയ്യാനോ ആളുടെ ഫാമിലി ശ്രദ്ധിക്കാനോ ആൾക്ക് മറ്റ് വ്യക്തി ഒന്നിനും പറ്റാത്ത ആൾ സ്റ്റക്കായി നിൽക്കുകയാണ്. അല്ലെങ്കിൽ നിങ്ങളിലേക്ക് വരാനോ ഈ സമയത്ത് നിങ്ങളുമായിട്ട് നോ കോണ്ടാക്റ്റ് ആയിരിക്കാം. ഒരു മെസ്സേജോ അല്ലെങ്കിൽ ഒരു അനക്കോ ആൾ ഉണ്ടാവില്ല ഈ സമയത്ത്. നിങ്ങൾക്ക് ഒരു മെസ്സേജ് ഒന്നും ഉണ്ടാവാണ്ട് ആൾ സ്റ്റക്കായിട്ട്, ആളുടെ സിറ്റുവേഷനിലും ആൾ സ്റ്റക്കാണ്. മൊത്തത്തിൽ ആളിങ്ങനെ എന്താ പറയുക, സ്റ്റക്കായിട്ടാണ് നിൽക്കുന്നത്. മടി പിടിച്ച് എല്ലാം കൊണ്ട് ആൾക്കൊരു മടുത്തൊരു സിറ്റുവേഷൻ, മടി പിടിച്ചൊരു അവസ്ഥയിലേക്ക് കൂടിയൊക്കെയാണ് ആളിപ്പോൾ കടന്നു പോകുന്നത്. അതായത് ഈ വ്യക്തി എന്ന് പറയുന്നത് ഒരു എംപ്രർ സ്വഭാവമുള്ള ഒരു വ്യക്തിയാണ്. അതായത് ആളുടെ സിറ്റുവേഷനിൽ ആളിപ്പോൾ മറ്റുള്ളവരെ മുമ്പിലൊക്കെ ആൾ നല്ല രീതിയിൽ ഓക്കെ ആണെന്നുള്ള ഒരു ഭാവത്തിൽ നടക്കുന്നതേ ഉള്ളൂ. മനസ്സ് നിറയെ ഇപ്പോൾ ആൾ അത്രയും വേദനിച്ചിട്ടാണുള്ളത്. മറ്റുള്ളവരുടെ മുമ്പിൽ എനിക്കൊരു കുഴപ്പമില്ല, നിങ്ങളുടെ മുമ്പിൽ പോലും ആൾ നിങ്ങൾ കാണുന്ന സമയത്തോ അല്ലെങ്കിൽ ഈ ഒരു സാഹചര്യത്തിലൊക്കെ ആൾ ഓക്കെ ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകുന്നതേ ഉള്ളൂ.
കാരണം ഈ വ്യക്തി എന്ന് പറയുന്നത് അങ്ങനെയാണ്. ഇപ്പോൾ നിങ്ങളോട് പിണങ്ങിയാലും ആൾ പെട്ടെന്ന് അങ്ങനെ ഇണങ്ങുന്ന ഒരു ടൈപ്പ് സ്വഭാവമല്ല ആൾക്ക്. ആൾക്കൊരു വിഷമം ഉണ്ടെങ്കിൽ ആ ഒരു വിഷമം ഓർത്തോർത്ത് ആളതിലിങ്ങനെ മുന്നോട്ട് പോകും. നിങ്ങളടുത്ത് വന്ന് പറയാനോ അല്ലെങ്കിൽ നിങ്ങളോട് തുറന്ന് പറയാനോ അങ്ങനെ ഒരു വ്യക്തിയല്ല. ഇപ്പം നിങ്ങൾ പിണങ്ങിയാൽ തന്നെ ഇയാൾ ആദ്യം വന്ന് നിങ്ങളടുത്ത് സംസാരിക്കില്ല. നിങ്ങൾ അങ്ങോട്ട് വരട്ടെ. കാരണം കുറച്ച് ഈഗോ ഉള്ള വ്യക്തിയാണ്. കടുംപിടുത്ത സ്വഭാവമുണ്ട്, ആൾക്ക് ദേഷ്യമുണ്ട്. അപ്പം അങ്ങനെയുള്ള ഒരു സ്വഭാവമൊക്കെ ഉണ്ട് ആൾക്ക്. ആളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ പല കാര്യത്തിനും എന്താ പറയുക, ഒരു സ്ട്രോങ് ആയിട്ട്, അല്ലെങ്കിൽ നിങ്ങൾ ചില നേരത്ത് നിങ്ങളുടെ അടുത്ത് ഭയങ്കര ദേഷ്യത്തിൽ സംസാരിക്കും. നിങ്ങൾ ചില സാഹചര്യത്തിൽ ആൾ കൺട്രോൾ ചെയ്യാനൊക്കെ നോക്കും ഈ വ്യക്തി. കാരണം ആളുടെ സിറ്റുവേഷനിൽ ആൾ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അതൊക്കെ തീർക്കുന്നത് ചിലപ്പോൾ നിങ്ങളടുത്തായിരിക്കാം. കാരണം ഈ വ്യക്തി എന്ന് പറയുന്നത് കുറച്ച് അറിയപ്പെടുന്ന വ്യക്തിയായിട്ട് കാണുന്നുണ്ട്. സൊസൈറ്റിയിലൊക്കെ അറിയപ്പെടുന്നൊരു വ്യക്തിയാണ്. നിങ്ങളെക്കാളും കുറച്ച് വയസ്സ് കൂടുതലുള്ള വ്യക്തിയായിരിക്കാം. ഒരു 30 വയസ്സിൻ്റെ മുകളിലൊക്കെ പ്രായമുള്ളൊരു വ്യക്തിയായിരിക്കാം. അല്ല എന്നുണ്ടെങ്കിൽ ആ ഒരു പക്വത ഉണ്ടാവും. ഇപ്പോൾ നിങ്ങളെക്കാളും ചെറിയ പ്രായമാണ് ഉള്ളതെങ്കിലും ആ ഒരു പക്വതയിലായിരിക്കണം ആൾ നിങ്ങളടുത്ത് സംസാരിക്കുന്നതെല്ലാം. നിങ്ങളെക്കാളും മുതിർന്ന ആ ഒരു ഇത് ഈ വ്യക്തിക്കുണ്ട്. ആ ഒരു പക്വതയിലാണ് നിങ്ങളടുത്ത് അധികം ആളുടെ സ്വഭാവം എന്ന് പറയുന്നത്. ആ ഒരു പക്വത നിറഞ്ഞൊരു സ്വഭാവമാണ് ആളുടെ. അതുപോലെ തന്നെ ആളുടേതായ സിറ്റുവേഷനിൽ നിൽക്കുന്ന സമയത്തൊക്കെ ആൾ വിചാരിക്കുന്നിടത്ത് എത്തണം. അങ്ങനെ ഒരു സ്വഭാവമാണ് ആൾക്ക്. അപ്പോൾ ഈ വ്യക്തി ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഇത്ര വേദന സഹിച്ചിട്ടും പുറമെ ഒന്നുമില്ലാത്ത, അതായത് ഞാൻ ഓക്കെയാണ്, എനിക്കൊരു കുഴപ്പമില്ല, നിങ്ങളുടെ അടുത്ത് ഇപ്പോൾ നോ കോണ്ടാക്റ്റ് ആണെങ്കിൽ നീ ഇല്ലെങ്കിലും ഞാൻ ഓക്കെയാണ്, ഞാൻ ഹാപ്പിയാണ്, ആ ഒരു രീതിയിലായിരിക്കും ആൾ മുന്നോട്ട് പോകുക. അപ്പോൾ നിങ്ങൾക്ക് തന്നെ ഒരു ഡൗട്ട് ഉണ്ടാവും, ഇവർക്ക് നിങ്ങളെ ഓർത്തിട്ട് ഒരു സങ്കടമില്ലേ, നിങ്ങൾ അനുഭവിക്കുന്ന ആ ഒരു ഫീൽ ഇയാൾക്കില്ലേ. പക്ഷേ ഇയാൾ ഒത്തിരി ഫീൽ അനുഭവിക്കുന്നുണ്ട് എന്നാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നൈറ്റ് ഓഫ് പെൻറ്റിക്കിൾസിൻ്റെ എനർജിയാണ്. ആളുടെ ലൈഫ് ആളിപ്പോൾ മെച്ചപ്പെടുത്താൻ നോക്കുന്നുണ്ട്. ആൾക്കൊരു കരിയറിലൊക്കെ മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നുണ്ട്. പലതും നേടിയെടുക്കാനൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പല സിറ്റുവേഷനിലും വിചാരിക്കുന്നിടത്ത് എത്താത്ത രീതിയിലൊക്കെയാണ് ഇപ്പോൾ ഉള്ളത്. പക്ഷേ ഇനി അങ്ങോട്ട് ആളുടെ ലൈഫിലൊരു ചേഞ്ച് വേണം. ആ ഒരു പ്രതീക്ഷയിലാണ് ആളിപ്പോൾ മുന്നോട്ട് പോകുന്നത് ആളുടെ സിറ്റുവേഷനായിട്ട്. ഇവിടെ 7 ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. അതായത് എങ്ങനെ മുന്നോട്ട് പോകുമ്പോഴും ആൾക്ക് അവിടെ തകർച്ചയാണ്. അതായത് ആൾക്ക് മനസ്സുകൊണ്ട് ആൾക്ക് ഇത് ശരിയാവില്ല, ഫോക്കസ് കൊടുക്കാൻ തന്നെ ഞാൻ പറഞ്ഞില്ലേ, ആൾ ഫുൾ ഡൗൺ ആണ്. എന്നിട്ടും എഴുന്നേറ്റ് നടക്കാൻ നോക്കുമ്പോഴും വീണ്ടും വിചാരിക്കുന്നിടത്തൊക്കെ തകർന്നുകൊണ്ടിരിക്കുക. ആളുടെ കരിയറിൽ കുറേ അതായത് കരിയറിലൊക്കെ കുറേ നഷ്ടം സംഭവിച്ചതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ ആളുടെ സിറ്റുവേഷനെ വളരെ ഒരു നഷ്ടത്തിലാണ്. ആളുടെ ചുറ്റിലും ഇപ്പോൾ ആരും ഇല്ലാതെ ഇരിക്കുന്നതായിട്ടാണ് കാണുന്നത്. ആളുടെ ചുറ്റിലും ആരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ ആളെ സംബന്ധിച്ച് ഒറ്റപ്പെട്ടൊരു അവസ്ഥയിൽ കൂടിയൊക്കെയാണ് ഈ വ്യക്തി ഇപ്പോൾ കടന്നു പോകുന്നത്. ഇവിടെ ഡെവിൾ കാർഡാണ്, അത് റിവേഴ്സായിട്ടാണ് വന്നിരിക്കുന്നത്. ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യത്തിൽ ഇത്രയും നാൾ തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ അവരുടെ കൺട്രോളിലായിരുന്നു ഈ വ്യക്തി. പക്ഷെ ഇപ്പോൾ സ്വയം അതിൽ നിന്ന് പുറത്ത് കടക്കാനാണ് ഈ വ്യക്തി ഇപ്പോൾ ശ്രമിക്കുന്നത് കേട്ടോ. കാരണം നമുക്ക് ഡെവിൾ കാർഡ് റിവേഴ്സ് ആയതുകൊണ്ട് തന്നെ അതിൽ നിന്ന് പുറത്ത് കടക്കും എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ വ്യക്തി. കാരണം ഇത്രയും നാൾ ആ ഡെവിൾ സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ എന്തും ആവാം, മറ്റ് വ്യക്തിയാവാം, അല്ലെങ്കിൽ അവരുടെ സിറ്റുവേഷൻ ആവാം, അങ്ങനെ തേർഡ് ഫാമിലി ആവാം. അപ്പോൾ എന്തിരുന്നാലും ശരി, ഇത് കൂടുതലും കണക്ഷനായിട്ട് കാണുന്നുണ്ട്. വേറൊരു തേർഡ് പാർട്ടി കണക്ഷൻ ആൾക്കുള്ളതായിട്ട് കാണുന്നുണ്ട്. അപ്പം ആ ഒരു കണക്ഷനിൽ നിന്ന് ആളിപ്പോൾ പുറത്ത് കടക്കാൻ ഇത്രയും നാൾ അവരുടെ കൺട്രോളിലായിരുന്നു. അവരുടെ ആ ഒരു ഇതിലായിരുന്നു പെട്ടിരിക്കുന്നത്. നിങ്ങളിലേക്ക് വരാൻ പോലും സാധിക്കാത്തതും നിങ്ങളിൽ നിന്ന് അകന്നു പോയതൊക്കെ അതാണ് കാരണം. പക്ഷേ അതിൽ നിന്ന് ഇപ്പോൾ പുറത്ത് കടക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ശ്രമിക്കുന്നു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. കാരണം ആ ഒരു രീതിയിൽ നിന്ന് ആളിപ്പോൾ മാറുന്നുണ്ട്. നല്ല രീതിയിൽ ആൾക്കൊരു മാറ്റം വരുന്നുണ്ട് എന്ന് തന്നെയാണ് കാർഡ്സിൽ കാണാൻ സാധിക്കുന്നത്.
ഇവിടെ 7 ഓഫ് കപ്സ് അത് തന്നെയാണ്. ആൾക്ക് ഒത്തിരി ഓപ്ഷൻസ് ഉള്ള വ്യക്തികൾ ഉണ്ടാവാം. കുറച്ച് പേർക്കൊക്കെ അങ്ങനെ കാണുന്നുണ്ട്. ഒന്നിൽ കൂടുതൽ ഓപ്ഷൻ. അപ്പോൾ അതിൽ നിന്നൊക്കെ ആൾ പുറത്ത് വരുന്നുണ്ട്. കാരണം ഇതിൽ നിന്നിട്ട് ആൾക്ക് എന്താ പറയുക, ആളുടെ സിറ്റുവേഷനേ പോയി. ആൾ വിചാരിച്ചെടുത്തൊന്നും എത്തിയിട്ടില്ല. എല്ലാ തരത്തിലും പറയുകയാണെങ്കിൽ ആൾ ഡൗൺ ആണ്. എല്ലാ തരത്തിലും ഒറ്റപ്പെട്ടൊരവസ്ഥയിലൊക്കെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. പക്ഷേ ആൾ അതിൽ നിന്ന് പുറത്ത് കിടക്കാനാണ് ഇപ്പോൾ നോക്കുന്നത്. ഒരു സൺ എനർജിയാണ് നമുക്ക് അവസാനം കിട്ടിയിരിക്കുന്നത്. അതായത് തീർച്ചയായിട്ടും ഈ വ്യക്തി മാറും, അതിൽ നിന്ന് പുറത്ത് കിടക്കും എന്ന് തന്നെയാണ് കാർഡ്സിൽ നമുക്ക് കാണാൻ സാധിക്കും. സണ്ണാണ്. നിങ്ങളുടെ ആ ഒരു വില എന്താണെന്ന് മനസ്സിലാക്കി നിങ്ങളിലേക്ക് തിരിച്ച് വരണം എന്നുള്ള ആ ഒരു തീരുമാനമാണ് ആളിപ്പോൾ എടുത്തിരിക്കുന്നത് കേട്ടോ. ഇപ്പോഴത്തെ നിലവിൽ ആളിപ്പോൾ ഇങ്ങനെയാണുള്ളത്. ഇനി വരാൻ പോകുന്നത് ഇങ്ങനെയാണ് കേട്ടോ. സൺ എനർജിയിലോട്ട് ആൾ വരും. കാരണം അതിൽ നിന്ന് ആൾ പുറത്ത് കിടക്കും. ആൾ മനസ്സുകൊണ്ട് വിചാരിക്കുന്നുണ്ട്. കുറച്ച് പേർക്കൊക്കെ നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ടാവാം, നിങ്ങളിലേക്ക് വന്നിട്ടുണ്ടാവാം. അവരുടെ കോൾ മെസ്സേജൊക്കെ വന്ന് ഇപ്പോൾ നിങ്ങളുടെ കണക്ഷൻ കുറച്ച് പേർക്ക് നല്ല രീതിയിൽ പോകുന്നുണ്ടാവും. അല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വ്യക്തി നിങ്ങളിലേക്ക് വരും, നിങ്ങളെ വിളിക്കും. നിങ്ങളുമായിട്ട്, കാരണം നിങ്ങളുടെ വില മനസ്സിലാകുന്നുണ്ട്. നിങ്ങളെന്ന ആ ഒരു വെളിച്ചം ആളത് തിരിച്ചറിഞ്ഞു എന്നാണ് നമുക്ക് കാർഡ്സിലൂടെ കാണാൻ സാധിക്കുന്നത്. ഈ വ്യക്തി നിങ്ങളുമായിട്ട് മുന്നോട്ട് പോകാനാണ് ഇപ്പോൾ ആഗ്രഹിക്കുന്നതും. അപ്പോൾ അതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇനി നിങ്ങളിലേക്ക് വരാത്ത വ്യക്തികൾക്കൊക്കെ ഈ വ്യക്തി തീർച്ചയായിട്ടും അത് നിങ്ങളിലേക്ക് തന്നെ വരും കേട്ടോ. ഈ സാഹചര്യത്തിൽ ഇപ്പോൾ നോ കോണ്ടാക്റ്റിലായ എന്ന് വെച്ചാൽ കുറച്ച് പേർക്കൊക്കെ വന്നു കഴിഞ്ഞു, കുറച്ച് പേർക്ക് ഇനി വരാനുണ്ട് നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് വരും. തെറ്റ് മനസ്സിലാക്കിയിട്ടാണ് വരുന്നത്. ചില കാർഡ്സിലൊക്കെ നമ്മൾ എടുക്കുന്ന സമയത്ത് ആളുടെ തെറ്റ് പോലും ആൾ മനസ്സിലാക്കുന്നില്ല, എന്നിട്ട് നിങ്ങളിലേക്ക് തിരിച്ചു വരുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. കുറച്ച് മറ്റ് കേസിലൊക്കെ അങ്ങനെ കാണുന്നുണ്ട് റിലേഷൻഷിപ്പിൻ്റെ. ഇതിൽ പറയുന്നത് ഈ വ്യക്തി പൂർണ്ണമായിട്ടും ആ ഒരു സ്വഭാവത്തിൽ നിന്ന് ആൾ പുറത്ത് കടന്ന് നിങ്ങളിലേക്ക് വരുന്ന ഒരു എനർജിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇത് എത്ര പേർക്ക് റെസനേറ്റ് ആവുമെന്ന് അറിയാനായിട്ട് കുറച്ച് ക്ലൂസ് എടുക്കുന്നുണ്ട്, നോക്കാം. അനിയം നക്ഷത്രം, ഉത്രട്ടാതി, ലെറ്റർ ബി ആണ്, ലെറ്റർ ഐ, ലെറ്റർ ഡി, ഡ്രൈവർ, തിരുവനന്തപുരം, തിരുവാതിര, സോഷ്യൽ വർക്കർ ആയിരിക്കാം, ലെറ്റർ എൽ ആണ്, 47, മിറാക്കിൾസ് അതെന്തായാലും ഉണ്ടാവും. ലെറ്റർ ജി ആണ്, ജി കേട്ടോ, ഉത്രം നക്ഷത്രം, പിങ്ക് കളർ, മെഡിക്കൽ ഫീൽഡിൽ ജോലിയുള്ള ആൾക്കാരായിരിക്കാം, എബ്രോഡ്, ടൈലറിങ്, കോഴിക്കോട്. ലെറ്റർ ഇ ആണ്, ജനുവരി, ബ്ലൂ ബട്ടർഫ്ലൈസ്, കൊല്ലം, കാസർഗോഡ്, 15-1, ഗ്രീൻ കളർ, 50X, ലെറ്റർ എക്സ് ആണ്, അശ്വതി, 7, 45, 26, ചോതി നക്ഷത്രം, എം ആണ്, റിയൂണിയൻ ഉണ്ടാകും നിങ്ങൾ തമ്മിൽ. ജൂലൈ, കണ്ണിന് പ്രത്യേക ഭംഗിയുള്ള ആൾക്കാരായിരിക്കാം. വൈറ്റ് ബട്ടർഫ്ലൈസിന് ഈ ഒരു സമയത്ത് കാണുന്നുണ്ടാവാം നിങ്ങൾ. പത്തനംതിട്ട, ചതയം നക്ഷത്രം, അത്തം, ഭരണി നക്ഷത്രം, ലെറ്റർ കെ, എറണാകുളം, 8. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾക്ക് ക്ലോസ് ആയിട്ട് കിട്ടിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു റീഡിങ് നിങ്ങൾക്ക് കണക്റ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. പുതിയൊരു റീഡിങ്ങുമായി വീണ്ടും കാണാം. താങ്ക്